ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു ചേട്ടാ? സുനിൽ. ചേട്ടാ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണല്ലോ. നിലവിൽ ഇവിടുത്തെ ഒരു സാധ്യതകൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ്? BJPക്കാണ് കൂടുതൽ. കാരണം എന്താ? ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സേവനം, അത് കേരളത്തിലായാലും പുറത്തായാലും ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ വളർച്ച BJPയിലൂടെ മാത്രമാണ് നടന്നിരിക്കുന്നത്. അത് കേരളത്തിലുള്ള ജനങ്ങൾക്കും അനുഭവപ്പെടണമെന്നുണ്ടെങ്കിൽ BJP ജയിപ്പിക്കണം എന്നാണ് അഭ്യർത്ഥന. ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിക്ക് പുറമെയുള്ള പഞ്ചായത്തുകളിൽ BJPയുടെ പ്രവർത്തനത്തിൽ സംതൃപ്തനാണോ? സംതൃപ്തരാണ്. ഞാനൊരു പഞ്ചായത്ത് എന്ന് പറഞ്ഞ ആൾ തന്നെയാണ്, വിരാരി പഞ്ചായത്ത്. അവിടെ ഏറ്റവും കൂടുതൽ വർക്കുകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പഴയ പോലെയല്ല, കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. കൂട്ടായ പ്രവർത്തനം അനുകൂലമാവും. നിലവിലെ ഇവിടുത്തെ MLA ഉണ്ടായിരുന്നു ഷാഫി പറമ്പിൽ, അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം? കുഴപ്പമില്ല, ശരി. അദ്ദേഹം ഇവിടെ ഒരിക്കൽ കൂടി മത്സരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം തന്നെ വിജയിക്കാനായിരുന്നു സാധ്യത. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റില്ല, ചിലപ്പോ ജയിക്കുകയായിരിക്കും. ഇപ്പോൾ ഇവിടെ ശോഭാ സുരേന്ദ്രൻ BJP സ്ഥാനാർത്ഥി ആയി കഴിഞ്ഞാൽ മറ്റ് സ്ഥാനാർത്ഥികളെക്കാൾ മെച്ചം അത് തന്നെയായിരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അവര് കൂടുതൽ നന്നായി വർക്ക് ചെയ്യും, പാരമ്പര്യം ഉണ്ട് അവർക്ക് വർക്ക് ചെയ്തതിന്റെ. സ്ത്രീ ആയതുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഏറ്റവും കൂടുതൽ സാധ്യതകൾ ശോഭാ സുരേന്ദ്രനാണ് ആയിരിക്കും. ഉണ്ട്. ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ BJPയുടെ ഭരണത്തെ സംബന്ധിച്ച് രണ്ടാം വട്ടം കൂടെ അധികാരം ലഭിച്ചതാണല്ലോ. എന്താണ്, മുന്നേറാനുണ്ടോ അല്ലെങ്കിൽ മെച്ചപ്പെടാനുണ്ടോ? ശരാശരിയാണോ, ശരാശരിയിൽ താഴെയാണോ? കുറച്ചുകൂടി മെച്ചപ്പെടാനുണ്ട്. നന്നായി മുന്നേറുണ്ട്. കുറച്ചുകൂടി മെച്ചപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ സ്വീകാര്യത കിട്ടും. ഇപ്പോഴും നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കൂടുതൽ വീട് കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത്. മറ്റു കോൺഗ്രസും ഇവരൊക്കെ ഭരിക്കുന്നതിനെക്കാട്ടിലും നല്ല വികസനങ്ങളും കാര്യങ്ങളും BJP വന്നിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ ഇവിടെ ശ്രീനിവാസൻ എന്ന് പറയുന്നൊരു സംഘപ്രവർത്തകനെ അല്ലെങ്കിൽ ഒരു പ്രചാരകനായിരുന്നു അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടല്ലോ. അദ്ദേഹത്തെ നേരിട്ട് അറിയാവുന്നതാണ്. എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു അഭിപ്രായം? നല്ല വ്യക്തിത്വമുള്ള ആളാണ്, ഒന്നിനും പ്രശ്നങ്ങൾക്കൊന്നും പോകാത്ത ആളാണ്. ജനങ്ങളുടെ ഇടയിൽ ഒരു ഭീതി പടർത്തുക എന്നുള്ള ഒരു കാര്യം മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ അവര്, അല്ലാതെ അതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. മൊത്തത്തിൽ ഈ ഒരു പാലക്കാട് മണ്ഡലത്തിൽ ഈ ഇസ്ലാമിക ഭീകരവാദ പ്രവർത്തനങ്ങൾ ശക്തമായതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് പോലും ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത്. അവരൊക്കെ പ്രവർത്തനങ്ങൾ ഈ PFI പോലുള്ള സംഘടനയുടെ നിരോധനത്തിന് ശേഷം പാലക്കാട് കുറഞ്ഞിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. സംഭവത്തിനെ കുറിച്ച് കൂടുതലായിട്ട് ജനങ്ങൾ ഈ ഒരു വിഷയത്തിൽ വലിയ രോക്ഷം അവർക്കെതിരെയില്ലേ? ഉണ്ട്. പാലക്കാട് ഇത്തവണ BJPക്ക് വിജയിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. സാഹചര്യങ്ങളുണ്ട്. അതിനനുസരിച്ച് മെച്ചപ്പെട്ട രീതിയിൽ നന്നായി കൂട്ടായ പ്രവർത്തനം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും ജയിക്കും.